ഒരു കാലത്ത് ക്രിസ്ത്യൻ കല്യാണ വിഭവങ്ങളിലെ ഒരു VIP ആയിരുന്നു ഇവൻ. പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഒരുപോലെ പ്രിയപ്പെട്ട കട്ട്ലേറ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോഴാണ് അവിടുത്തെ മമ്മിയുടെ മെയിൻ ഐറ്റമാണ് ഈ കട്ട്ലേറ്റ് എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ മമ്മിയുടെ സഹായിയായി കൂടി ഞാനും അറിയാതെ തന്നെ ഒരു ചെറിയ കട്ട്ലേറ്റ് സ്പെഷ്യലിസ്റ്റ് ആയി മാറി എന്ന് പറയാൻ കേട്ടോ. അപ്പൊ ഏറെക്കുറെ ഞാനും കട്ട്ലേറ്റും തമ്മിലുള്ള ബന്ധമൊക്കെ മനസ്സിലായല്ലോ അല്ലേ? എന്നാ പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കൂടെ നോക്കാവേ. നമ്മൾ ചിക്കനും ഉരുളക്കിഴങ്ങും മഞ്ഞളും ഉപ്പും ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിയാപ്പില, സവോള ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും നമുക്ക് മീറ്റ് മസാല, ഗരം മസാല, ശകലം കാശ്മീരി ചില്ലി, പിന്നെ ശകലം കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് വെന്ത ചിക്കൻ ചെറിയ പീസുകളായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് മിക്സിയിലിട്ട് കറക്കിയോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെറിയ പീസുകളായിട്ട് എടുക്കാം കേട്ടോ. പിന്നെ അതിലോട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചു ചേർക്കുക. ഇനിയുള്ള പണികളൊക്കെ വളരെ എളുപ്പം. മുട്ട നന്നായിട്ട് പതച്ചെടുക്കുക, ബ്രെഡ് പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് കട്ട്ലേറ്റിന്റെ പാറ്റി ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പാക്കി എടുക്കാം. പിന്നെ അത് നേരെ മുട്ടയിൽ മുക്കുക, ബ്രെഡ് പൊടിയിൽ മുക്കുക. എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ആയിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. പിന്നെ അറ്റവും മൂലയ്ക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാൻ മറക്കല് കേട്ടോ, അല്ലെങ്കിൽ എണ്ണയ്ക്ക് അതിടുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ വിട്ടുവരും. അങ്ങനെ ഒന്ന് റെഡിയാകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള പാറ്റീസും ഷേപ്പ് ചെയ്യാനുള്ള സമയവും കിട്ടും. ഇതിന്റെ അകത്തുള്ളതൊക്കെ ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് വറുത്ത് പൊരിയെടുക്കാം. അങ്ങനെ നല്ല അടിപൊളി കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കന്റെ സ്ഥാനത്ത് ബീഫ് ഇട്ടാൽ നമുക്ക് ബീഫ് കട്ട്ലേറ്റും ആക്കാം കേട്ടോ. അങ്ങനെ നല്ല മൊരുമരാതിരിക്കുന്ന കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ശകലം സോസും നല്ല ചൂട് ചായയും കൂടെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിക്കാം.